നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 41 വയസ്സായി ക്രിസ്ത്യാനോ റൊണാൾഡോക്ക്. ഈ 41കാരനായിട്ടുള്ള സ്ട്രൈക്കറെ മുൻനിർത്തിക്കൊണ്ടാണോ നിങ്ങൾ വേൾഡ് കപ്പിന് പോകാനിരിക്കുന്നത് എന്ന് പലവട്ടം പോർച്ചുഗൽ കോച്ച് റോബർട്ടോ മാർട്ടിനസിനോട് മാധ്യമങ്ങൾ ചോദിച്ചതാണ്. പക്ഷേ CR7 ഇപ്പോഴും മിന്നും ഫോമിൽ ഗോൾ അടിക്കുന്നുണ്ടല്ലോ, ഏജ് അല്ല വിഷയമെന്ന് പലപ്പോഴും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ എക്സ്ക്ലൂസീവായിട്ട് ടച്ച് ലൈൻ റിപ്പോർട്ട് ചെയ്യുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ കോച്ചിനെ അറിയിച്ചു കഴിഞ്ഞു, ടീമിൻ്റെ കിരീടമാണ് താൻ പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യം. വേണമെങ്കിൽ ബെഞ്ചിലിരിക്കാനും ഞാൻ തയ്യാറാണ്, ആവശ്യമുള്ള സമയത്ത് ഇറങ്ങാം, അത്തരത്തിലേക്ക് മാറ്റങ്ങൾ വരുത്താൻ താൻ തയ്യാറാണ് എന്ന് അദ്ദേഹം അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞത് എങ്ങനെയാണ്: ക്രിസ്ത്യാനോ റൊണാൾഡോ ഡസ് നോട്ട് ഡിമാൻഡ് എ സ്റ്റാർട്ടിംഗ് സ്പോട്ട് അറ്റ് ദി വേൾഡ് കപ്പ്. വേൾഡ് കപ്പിൽ സ്റ്റാർട്ടിംഗ് പൊസിഷൻ വേണം എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ആവശ്യപ്പെടുന്നില്ല. ആൻഡ് ഈസ് ഓക്കെ വിത്ത് എ ബെഞ്ച് റോൾ ആണെങ്കിൽ, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറങ്ങാൻ പോലും അദ്ദേഹം റെഡിയാണ്. റോബർട്ടോ മാർട്ടിനസ് ആണ് ഇതിലേതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തീരുമാനിക്കേണ്ടത്. 41കാരനായിട്ടുള്ള താരം പ്രയോറിറ്റി കൊടുക്കുന്നത് എൻ്റെ സ്ക്വാഡിൻ്റെ സക്സസിനാണ്, അല്ലാതെ പേഴ്സണൽ അംബീഷൻസിനല്ല എന്നാണ് എക്സ്ക്ലൂസീവായിട്ട് അദ്ദേഹം ഇപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീസെൻ്റ് ഇൻ്റർവ്യൂസിൽ പോർച്ചുഗൽ കോച്ച് റോബർട്ടോ മാർട്ടിനസ് റൊണാൾഡോയുടെ ആറ്റിറ്റ്യൂഡിനെ വലിയ രൂപത്തിൽ പ്രൈസ് ചെയ്തിരുന്നു എന്ന കാര്യം കൂടി നോക്കുക. അതോടൊപ്പം തന്നെ അദ്ദേഹം ആ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്: നോ സ്പോർട്സ് ആർ ഗ്യാരണ്ടീഡ് ആൻഡ് സെലക്ഷൻസ് ആർ മെറിറ്റ് ബേസ്ഡ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനോടുകൂടി ചേർത്തിട്ടാണ് ഇത് പറയേണ്ടത്. ഏതായാലും CR7 ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീമിൻ്റെ കിരീട നേട്ടം തന്നെയാണ്. അദ്ദേഹം ഏത് റോളിൽ ഇറങ്ങിയാലും പോർച്ചുഗലിന് അത് സഹായകരമാകും എന്നുള്ളതും ഒരു സത്യമാണ്. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.